ചോദ്യപേപ്പർ ചോർച്ചയിൽ പൊതുജനത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വോയിസ് ഓഫ് ദ പീപ്പിൾ, പൊതുജനം സ്പീക്കിംഗ്. ഇപ്പോൾ നമ്മുടെ SSLC ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോർന്ന വാർത്തയൊക്കെ കേട്ട് കാണുമല്ലോ. അപ്പോൾ അതിലെന്താ തോന്നുന്ന ഒരു ആക്ഷൻ വേണ്ട ഒരു കാര്യമല്ലേ അത്? തീർച്ചയായിട്ടും ആക്ഷൻ വേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഇത്ര പിള്ളേർ പഠിച്ചിറങ്ങിയതാണ്, ആ സമയത്തില്ലാത്ത പ്രശ്നം ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ്. നമ്മുടെ മാർക്കിന് കൊണ്ട് ഒരു വിലയില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനൊരു ആക്ഷൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ശരിയായില്ല, ലീക്കായത്. എന്നാൽ പിന്നെ അത് എക്സാം എഴുതേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ. ലീക്കാക്കി പിന്നെ എക്സാമിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ അത് മീനിങ് ഇല്ല. അത് ലീക്കായത് ഒന്നല്ലെങ്കിൽ എക്സാം റീകണ്ടക്ട് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ആക്ഷൻ എടുക്കണം. അപ്പോൾ അത് ജെന്യുവിനായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു അത് ശരിയല്ല. ജെന്യുവിനായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയല്ല. അപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ ഒരു അധ്വാനം കൂടെ നോക്കണം. എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. ചീറ്റിംഗ് നല്ലതല്ല, ബട്ട് ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിനെ എഫക്റ്റ് ചെയ്യും. ബിക്കോസ് അവർക്ക് പിന്നെയും ക്വസ്റ്റ്യൻ ഇടേണ്ടി വരും. ചീറ്റ് ചെയ്തുകൊണ്ട് ജയിച്ചിട്ട് നല്ല ഇത് കാര്യമല്ല. നടപടി എടുക്കണം. അങ്ങനെ നമ്മൾ ശരിയായ റൂൾസും പ്രകാരമുള്ള നിയമം ഓർമ്മയുണ്ടെങ്കിൽ അത് മോശമല്ല, ഏറ്റവും മോശമായ കാര്യമാണ്. അങ്ങനെ പരീക്ഷ റദ്ദാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. കുട്ടികളുടെ ഇതായി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മൾ ഗവൺമെൻറ് അതിൻ്റെ എടുക്കണം. അതാണ് അതിൻ്റെ ഇത് എനിക്ക് തോന്നുന്നു. അങ്ങനെ കേട്ടാ, അത്രയേ ഉള്ളൂ. അതാണ് അവർക്ക് പറയാനുള്ളത്. പഠന സഹായത്തിന് ഒരു ഗൈഡ് വാങ്ങാനോ ട്യൂഷന് പോകാനോ കഴിയാത്ത മഹാഭൂരിപക്ഷമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ നമ്പർ 1 ആക്കിയത്. ഏതെങ്കിലും ചിലർ സ്വകാര്യ കമ്പനികൾക്ക് ചോർത്തിയെടുത്ത് കച്ചവടമുണ്ടാക്കി നശിപ്പിക്കാനുള്ളതല്ല ആ പൊതുവിദ്യാഭ്യാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, അങ്ങ് ഇക്കാര്യത്തിൽ കർശന നടപടി എടുക്കുക തന്നെ വേണം. ഇത് ആവർത്തിക്കാതിരിക്കാൻ ഒരാൾക്കും തോന്നാത്ത തരത്തിലുള്ള നടപടിയും വേണം, ശ്രദ്ധയും വേണം. കള്ളൻ കപ്പലിലാണെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം. അതുവരെ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഞങ്ങളുണ്ടാകും.